ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. അത് വേറെ തരത്തിൽ. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഈ വെള്ളം ഒഴിക്കണമെന്ന് നിങ്ങൾക്കറിയോ, നല്ല രീതിയിൽ അല്ലാതും സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെയും അവിടെയും മൊത്തം ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കാനായിട്ട് പോവാണ്. അത് ഇപ്പുറത്തും അപ്പുറത്തും ഒഴിക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ പൈപ്പിൽ നിന്ന് ബക്കറ്റ് ഉപയോഗിച്ചിട്ട് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ ഇപ്പോൾ നനയ്ക്കാനായിട്ട് പോകുന്നു. അപ്പം ആദ്യം നമ്മുടെ വീടിൻ്റെ അവിടെയാണ് ആദ്യത്തെ നന. പിന്നെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അപ്പോൾ അവിടെയും കൂടിയും നനയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ നനച്ചില്ലേ, അവിടെയും പിന്നെ അപ്പുറത്തും ഞാനിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളെ പൂച്ച ഇങ്ങനെ ഓടി നടക്കാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മടി കിട്ടും. ഗൈസ്, ഞാനിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. ഞാനിപ്പോൾ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് പൂച്ച വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തുനിന്ന് പോകുന്നില്ല, കാരണം നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലായി. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ അപ്പുറത്തെ ഇതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടൻ കൂടി നല്ല രീതിയിൽ സഹായിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഒരു ചേട്ടൻ വന്നില്ലേ, ആ ഒരു ഭാഗത്ത് ഒഴിക്കാൻ പാടില്ല, കാരണം അത് ഇന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത് ലെവലാക്കിയ സംഭവം ആണ് അവിടെ. അത് എന്ന് പറഞ്ഞാൽ അവിടെ ഹബ്ബ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഹബ്ബ് ചെയ്തേക്കണ കാരണം അവിടേക്ക് വെള്ളം ഞാൻ ഒഴിച്ചില്ല. പക്ഷെ അദ്ദേഹം അവിടെ വെള്ളം ഒഴിച്ചു. അദ്ദേഹം പറഞ്ഞു അവിടെ ഒന്നും ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അവിടെ വെള്ളം ഒഴിച്ച് പിന്നെ ഞാൻ ഇത് തന്നെ ആയിരുന്നു പണി. പിന്നെ പൂച്ചയിടയ്ക്ക് നല്ല രീതിയിൽ കസരത്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ റോഡ് മുമ്പ് നല്ല രീതിയിൽ പൊട്ടി പൊളിഞ്ഞ് കിടക്കായിരുന്നു ഗൈസ്. ഇതിനു മുമ്പ് ഈ റോഡ് നല്ലൊരു അവസ്ഥയിലായിരുന്നു, ഒരു പൊട്ടി പൊളിഞ്ഞ അവസ്ഥ. അപ്പോൾ ഗൈസ്, ഏതൊരു കൊല്ലം നമ്മൾ റോഡ് ടാർ ചെയ്ത് അതിന് ശേഷം പിന്നെ റോഡിലൊന്നും അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ചെയ്തിട്ട് 10-25 വർഷങ്ങളായി. അപ്പോൾ 10-25 വർഷത്തിന് ശേഷമാണ് വീണ്ടും റോഡ് പണിയുടെ ഇത് വന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് അപേക്ഷ കൊടുത്തു, നാട്ടുകാരും ഞങ്ങൾ ഒഴിച്ച്. അപ്പോൾ അത് ഈ കൊല്ലാണ് സാങ്ഷൻ ആയത്.
അപേക്ഷ സ്വീകരിച്ചു. അവരെന്ത് ചെയ്തു, അവർ വന്ന് എന്ത് ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ സെറ്റാക്കി തന്നു. പക്ഷേ ടാറിയില്ല ചെയ്തത്, കോൺക്രീറ്റ് ആണ് ചെയ്തത്. കോൺക്രീറ്റ് അപ്പോൾ ആദ്യം കോൺക്രീറ്റ് ചെയ്തു, അതിനുശേഷം ഈ ടൈൽസ് വിരിച്ച്, മൊത്തത്തിലായിട്ട് ടൈൽസ് വിരിച്ച്. അപ്പോൾ രണ്ട് സൈഡ് എന്ത് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത്. അപ്പോൾ പൂച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്തേക്കാണ്. പിന്നെ സെൻറ്ററിൽ കട്ട വിരിച്ചിട്ട്. അപ്പോൾ ടാർ ചെയ്യുന്നതിൻ്റെ പകരമായിട്ടാണ് ടൈൽസ് വിരിച്ചിട്ടത്. പൂച്ച ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂച്ച ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാലുമൊക്കെ കടി എന്ന് പറഞ്ഞ സ്നേഹമാണ് ഗൈസ്. അവർ കാലുമ അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്നേഹം തന്നെയാണ്. അവരുടെ ഒരു സ്നേഹം നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഗൈസ് പൂച്ചയോടെയൊക്കെ കസരത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാടാമുല്ല ചെടി. രണ്ടെണ്ണം ഉണ്ട്, രണ്ടും വാടാമുല്ലയാണ്. കണ്ടില്ല അവസ്ഥ. ഇപ്പോൾ പൂവ് ഇട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് പൂവ് എപ്പോഴാണ് ഇടുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അറിയാവുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതാണ് വീടിൻ്റെ ഒരു സൈഡിലുള്ള അവസ്ഥ. ഇവിടെയാണ് ഗൈസ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ, ഞങ്ങൾക്ക് തന്നെ ഒരു പയറുണ്ടായി. അപ്പം അത് ഉണ്ടായത് ഇവിടെയാണ്. പയറ് തന്നെ ഉണ്ടായതേ പറഞ്ഞില്ല, അത് ഈ ഒരു സ്ഥലത്താണ് ഉണ്ടായത്. ഇത് വിത്തുണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എങ്ങനെയോ കിട്ടിയതാണ് ഞങ്ങൾക്ക്. ഇതാണ് ഗൈസ് അവസ്ഥ. ഇടയിൽ പൂച്ച വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 10-25 വർഷങ്ങളായി ഗൈസ് നമ്മുടെ റോഡിൻ്റെ പണി നടന്നിട്ട്. നല്ലൊരു അവസ്ഥ ആയിരുന്നു ഗൈസ്. ഒന്നുകൂടെ പറയാണ്, റോഡ് നല്ലൊരു അത്രയ്ക്ക് മോശ രീതിയിലായി. വർഷം എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുട്ടിക്കാലത്തായിരുന്നു റോഡ് ടാർ ചെയ്തത്. ഓർമ്മയില്ല. എന്തായാലും 10-25 വർഷമായി റോഡ് ടാർ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ടാർ ചെയ്ത് കട്ട് പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ 2 വശത്തും കോൺക്രീറ്റ് ചെയ്ത്. പൂച്ച നല്ല കസരത്താണ് ഗൈസ് ഇപ്പോഴും. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ അടുത്ത റോഡിൻ്റെ പണി ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ഗൈസ് ഇതാണ് നമ്മുടെ വീടിന് മുറ്റത്ത് സംഭവം. അത് ഞാൻ നല്ല രീതിയിൽ നിന്നിട്ടുണ്ട് അപ്പുറം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വഴിയുടെ ആദ്യം ആയിട്ടുള്ള ഹബ്ബ്
അപ്പോൾ ഹബിൻ്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ അധികം ആൾക്കാർ കഴിഞ്ഞാൽ ചെയ്തോൽക്കാണ് എന്തോ നാശമാവും. അങ്ങനെ നാശമാവാണ്ടിരിക്കാൻ ആയിട്ട് എന്ത് ചെയ്തേക്കാണ് ഇവിടെ ഈ ചെയ്തതിന് മീതെ ചാക്കും പിന്നെ ചാക്കിന് മീതെ കല്ല് വെച്ചൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ആരും ഇതിന്മേൽ ചവിട്ടി പോകാണ്ടിരിക്കുക. ഇതിൻ്റെ രണ്ടും വശത്തും കോൺക്രീറ്റ് ചെയ്തേക്കാണ്. പിന്നെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പി ഇടാത്ത കോൺക്രീറ്റ്. കമ്പി വെച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ചില ഇടങ്ങൾ മാത്രമാണ് കമ്പി വെച്ചത്. ഈ ഒരുപാട് കോൺക്രീറ്റ് ഉണ്ടല്ലോ, അതിലൊന്നാണ് ഈ കോൺക്രീറ്റ്. പിന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻറ്ററിൽ കട്ട പിടിക്കാണ്. കട്ട വിരിച്ചേക്കാണ്. തൊട്ടാറിന് പകരമാണ് കട്ട വിരിച്ചത്. രണ്ട് വശത്തും കോൺക്രീറ്റ് ചെയ്തേക്കാണ്. പിന്നെ നമ്മൾ ചെയ്ത് ഈ കോൺക്രീറ്റ് ചെയ്ത ആ ഒരു ഭാഗങ്ങളിൽ വെള്ളം ഉപയോഗിച്ചിട്ട് നനച്ച് കൊടുത്തേക്കാണ്. അതെന്താണെങ്കിലും നമ്മൾ മതിൽ കെട്ടാണെങ്കിലും സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് മതിൽ കെട്ടാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും വെള്ളം ഒഴിക്കണം. ഈ സിമെൻറ്റ് മണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മൾ മതില അതുപോലെ തന്നെ വീട് പണിയ എന്തുണ്ടാക്കാൻ വെച്ചാലും അവസാനം വെള്ളം ഒഴിക്കണം. എന്നാലേ എല്ലാ കാര്യങ്ങളും ഡ്രൈ ആയി ഇരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സെറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്കിനി ഐ ഗോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സംഭവമായിട്ട് വരാം. അതുവരേക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗിൽ നിന്ന് സമാധാനത്തോടും സ്നേഹത്തോടും ദുഃഖത്തോടും കൂടി ഇരുന്ന് കേട്ടതിലും ഇരുന്ന് കണ്ടതിനുമായി എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ, സീ യു.